ഫ്രണ്ട്സ്, അപ്പം ഇന്ന് രാത്രി ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. രസമായിട്ടും വരുമ്പോൾ ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വത്തുവിന് ഗപ്പീസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അത് റംബൂട്ടാനും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. റംബൂട്ടാൻ സ്വത്തുവിന് ഒരുപാട് ഇഷ്ടമാണ്. കണ്ടതും വേഗം എടുത്ത് കഴിച്ചു. ഗപ്പിക്കുട്ടന്മാരും ബക്കറ്റിലിട്ട് വെച്ചിരിക്കുകയാണ്, റിലീസ് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ ചപ്പാത്തി പരത്താൻ തുടങ്ങി കേട്ടോ. ചപ്പാത്തി പരത്തുന്നതിനിടയിലാണ് സ്വത്തുവിൻ്റെ ഒരു സ്നേഹപ്രകടനമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഗപ്പികളെ ഒന്ന് റിലീസ് ചെയ്ത് വിടണം. അപ്പോൾ ഞാൻ കൂടെ പോകണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്നേഹപ്രകടനം നടത്തുകയാണ് കേട്ടോ സ്വത്തു. അങ്ങനെ ചപ്പാത്തി പരത്തി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും വേഗം അവൻ്റെ മീനിനെല്ലാം റിലീസ് ചെയ്യാൻ വേണ്ടി പോയി. ഇപ്പോൾ 2 പാക്കറ്റിലാണ് കേട്ടോ ഗപ്പി കൊണ്ടുവന്നിട്ടുള്ളത്. കുറേ ആയി ഗപ്പി വാങ്ങിച്ചിട്ട്. അപ്പം നമ്മളപ്പോൾ ഈ ഒരു ഫിഷിനെ എന്തായാലും പൊട്ടിച്ചിടുകയാണ്. ഇപ്പുറത്തെ നമ്മുടെ ഫിഷാണ് കേട്ടോ. നമ്മുടെ ഫിഷാണ് കേട്ടോ. 2 പാക്കറ്റ് ഉണ്ട്. ഈ നമ്മുടെ അടുത്ത് കുറച്ച് ഗപ്പിയൊക്കെ ഉണ്ട്. എൻ്റെ വീട്ടിലെല്ലാം ഇത്രനാണ്. അടുത്ത നമുക്ക് ഇതിൻ്റെ പാക്കറ്റ് ഇടുക. അമ്മ അടുക്കളയിലൊരു ബോട്ടിൽ ചെടി വെച്ചിട്ടുണ്ട്, അതിലിടാനാണ് കേട്ടോ. ഗപ്പി അതാ ഇത് നോക്കട്ടെ. എൻ്റെ ഇത് എത്ര ഉണ്ട്? ഇതില് 2 അല്ലേ ഉള്ളൂ? അല്ല, എത്ര നിനക്ക് വാങ്ങിച്ചു? എനിക്ക് അമ്മക്ക് 2 ഉള്ളൂ. ബെസ്റ്റ്. ഇതൊന്നും പറയണ്ടേ, എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കണം. ഇതുകൂടി ഇതിന് നല്ല ഭംഗിയുണ്ട്. പക്ഷെ അത് ചാടിപ്പോയി. അതാണ് അപ്പൊ പെട്ടെന്ന് തന്നെ വിടാട്ടോ. അപ്പൊ ഇവരൊക്കെ ചാടുണ്ട്. പക്ഷെ ഇത് ഒന്നിനും എനിക്ക് പിടിച്ചിട്ട് അങ്ങനെ വിടാൻ പറ്റും. അപ്പൊ അതിൽ വെക്കത് പിന്നെ വിടാം. ചാവൊന്നുമില്ലല്ലോ. നമ്മൾ തീറ്റിട്ട് നമ്മുടെ ഗപ്പികളാണ് കേട്ടോ. ഇത് പ്രഗ്നന്റാ. നമ്മുടെ ഫിഷ് ടാങ്കിലേക്ക് ഇടാൻ പോവാണ്. നമ്മുടെ എന്റെ ഫിഷ് ടാങ്ക് അവിടെയാണ്. ഇതിൽ 2 ഉണ്ട്. അപ്പോൾ ഇതിലത്തെ ഇവരെല്ലാവരും നന്നായി തുറന്നുണ്ട്. അപ്പൊ നമ്മള് അടുത്ത അമ്മ ഫിഷിനെ പൊട്ടിക്കണ്ട്. ഫിഷിനെ പൊട്ടിക്കേ അമ്മ. അതിലെടുക്ക്. ഏത്? ആ പാത്രം എടുക്ക്. അതാണ് ഞാൻ അതില്ല കളയല്ലേ താഴെ. അമ്മക്കുള്ളത് 2 കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഒഴിക്കാട്ടോ. അങ്ങനെ ഒഴിക്കണ്ട. ഞാൻ എടുക്കാം. മീൻ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് പിടിച്ചടാ. ഞാൻ പിടിച്ച പ്രഗ്നന്റ് ആണ്. ഇതോ? അതാ ഇതിന്റെ വയറ് വമ്പൻ സൈസ്. അയ്യോ, അത് ചാടിക്ക്. നമ്മളെ വിടാൻ പോവാട്ടോ. നമ്മുടെ മീന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് എൻ്റെ ഉള്ളില് മീൻ എടുത്താ നിൽക്കുന്നുണ്ട്. നമുക്ക് അടുത്തന്നെ അമ്മ പിടിക്കാത്തന്നെ അടുത്ത് ഞാൻ പിടിക്കാം. അമ്മ ആദ്യമായിട്ടല്ല അമ്മ മീൻ പിടിക്കണേ. അമ്മ മീനെ കയ്യോണ്ട് നിന്റെ ഫിഷ് ടാങ്ക് പിടിച്ചല്ലോ. എന്താണമ്മ? നിന്റെ ഫിഷ് ടാങ്ക് ഒന്ന് പിടിച്ചില്ലേ? എന്ത് ചാടിപ്പോയി. അതാ 2 പേരും. ഒന്നവിടെ ഉണ്ട്. എൻ്റെ ഫിഷ് ടാങ്കിൽ കുറേ എണ്ണം ഉണ്ട്. അങ്ങനെ ഞാനും സ്വത്തും കൂടി ഫിഷിനെയൊക്കെ റിലീസ് ചെയ്തു കേട്ടോ. അത് എൻ്റെ ബോട്ടിൽ ഇവിടെയാണ് വെച്ചത്. ആ സമയം കൊണ്ട് പെസായട്ടൻ ചിക്കനൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാടൻ കോഴിയാണ് വാങ്ങിച്ചത് കേട്ടോ. അങ്ങനെ മസാല പൊടികളെല്ലാം ഇട്ടതിന് ശേഷം ഞങ്ങൾ കുക്കറിലാണ് വിസിലടുപ്പിച്ചത്. കുക്കറിൽ ആദ്യമായിട്ടാണ് കേട്ടോ ചിക്കൻ വയ്ക്കേണ്ടത്. അപ്പോൾ ചപ്പാത്തി അതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ചിക്കനും ചപ്പാത്തിയും സ്വത്തുവിന് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കുക്കറിൽ ചിക്കൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 3 വിസിലടുപ്പിച്ചു കേട്ടോ. വേവ് അനുസരിച്ചാണ്. 3 വിസിലടിച്ചപ്പോഴേക്കും അതായിട്ടുണ്ടായിരുന്നു. ഒരടുപ്പിൽ ചപ്പാത്തിയും ഒരടുപ്പിൽ കുക്കറിൽ
ചിക്കനുമാണ് കേട്ടോ വിസിലടിക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞു. 3 വിസിലടിച്ചപ്പോഴേക്കും ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി എന്താ ഈ ഉരുളിയിലാണ് സവാളയെല്ലാം വഴറ്റിയെടുക്കണത്. അപ്പോൾ എണ്ണയൊഴിച്ച് സവാളയൊക്കെ ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സവാളയെല്ലാം ഇട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്, പിന്നെ കറിവേപ്പില കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് സമയം ഞാനൊന്ന് അടച്ച് വെച്ചു. അതിൻ്റെ കൂടെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സവാളയൊക്കെ ഒരുവിധം വഴറ്റി വന്നു കേട്ടോ. അപ്പോൾ വഴറ്റിക്കൊണ്ടിരിക്കുന്ന സവാളയിലേക്ക് കാശ്മീർ ചില്ലിയും മസാലപ്പൊടികളെല്ലാം, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല ഇതെല്ലാം കുറച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ടോ. അപ്പോൾ അതിലേക്ക് തന്നെ അരച്ച് വെച്ച പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആ പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ വേവിച്ച് വെച്ച ചിക്കനാണ് കേട്ടോ. അപ്പോൾ അതുകൂടി അതിലോട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് പൊടിയും മസാലപ്പൊടികളെല്ലാം ഇട്ടിട്ടാണ് ഇതും വേവിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ ആ ചിക്കൻ ആ ഗ്രേവിയിലോട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഇനി ഈ കോഴിക്ക് മുട്ടയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മുട്ട കൂടി അതിൽ വെച്ച് കൊടുക്കുകയാണ്. ഒരു മുട്ടയുണ്ട്, അതുപോലെ തന്നെ കുഞ്ഞു മുട്ടകളുണ്ട് കേട്ടോ. അതുകൂടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് കറി അടച്ച് വെച്ച് അങ്ങനെ കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കറിയിലിടാനുള്ള കറിവേപ്പിലയാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ മല്ലിയിലയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറി ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അങ്ങനെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്, ചിക്കൻ കറി റെഡിയായി. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.